ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഉച്ച തൊട്ടാണ് വീഡിയോ എടുത്തിരുന്നത്. ഉച്ച തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാലത്ത് അല്പം തിരക്കായിരുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കാവുന്ന പണിയിലാണ്. അപ്പോൾ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള പച്ചക്കറിയും ഗ്രീൻ പീസും അരിയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. 4 കപ്പ് അരിയാണ് വെള്ളത്തിൽ കുതിർത്തിട്ടിരിക്കുന്നത്. ഞാനിതൊരു 10-15 മിനിറ്റിന് മുൻപേ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതുപോലെ ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. സവാളയും 4-5 എണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം അരി 1 കിലോ അടുപ്പിച്ചുണ്ടല്ലോ, അതുകൊണ്ട് സവാളയും അതനുസരിച്ച് നമ്മൾ എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 5 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം തൊലിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം വെജിറ്റബിൾസും എല്ലാം നല്ലോണം വാഷ് ചെയ്ത് നമുക്ക് എടുക്കാം. അതുപോലെ കുറച്ച് ഗ്രീൻ പീസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് ഫ്രഷാണ്, ഉണക്കയല്ല, നല്ല ഫ്രഷായിട്ടുള്ള ഗ്രീൻ പീസാണ്. അപ്പോൾ അതും നമുക്ക് കഴുകിയെടുക്കാം. ഉച്ചയ്ക്ക് പുലാവ് മാത്രമാണ്, അപ്പോൾ അതിന് സൈഡ് ഡിഷായിട്ട് വേറെ ഒന്നുമില്ല. ഓണിയൻ സലാഡും പിന്നെ കുറച്ച് പപ്പടവും കാച്ചിയെടുക്കണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് പണി തീരും നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ സവോള ആദ്യം അരിഞ്ഞ് വയ്ക്കാം. നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. സവോള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ബിരിയാണി കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നടുക്കുള്ള അടുപ്പത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിൽ ആവശ്യമുള്ള എണ്ണയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നല്ലോണം കാഞ്ഞു വന്നതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലം അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എണ്ണ നല്ലോണം കാഞ്ഞു വന്നതിന് ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഞാൻ അല്ലാതെ വേറെ ഒന്നും ആദ്യമായിട്ട് ഇടുന്നില്ല. ഇപ്പോൾ സവോള നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല കണ്ണാടി പരുവത്തിന് വരുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നമുക്ക് മറ്റു വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്, അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ കട്ട് ചെയ്യേണ്ട, ഞാൻ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ്, അതുപോലെ ഇപ്പോൾ ബീൻസ് കട്ട് ചെയ്യുവാണ്. ഇനി കുറച്ച് പൊട്ടറ്റോ ഉണ്ട്, അതും നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കണം. സവോള ഇച്ചിരി വാടിയതിന് ശേഷം 2 തക്കാളി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പച്ചമുളകും. അപ്പോൾ പുലാവിനൊക്കെ തക്കാളി കൂടുതൽ ഇടാറില്ല, പക്ഷേ ഞാനൊരു ചെറിയ പുളിപ്പ് ടേസ്റ്റിന് വേണ്ടിയാണ് 2 തക്കാളി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം സവാള, പച്ചമുളക്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് തക്കാളി, ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനിടയ്ക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചതച്ചത്. അപ്പോൾ ഇത് നല്ലോണം വഴണ്ട് കിട്ടിയതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഗ്രീൻ പീസ് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, പൊട്ടറ്റോ എല്ലാം ഓരോന്നായിട്ട് വരിയായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം. ഈ വെജിറ്റബിൾസ് എല്ലാം ഈ എണ്ണയിൽ കിടന്ന് തന്നെ നല്ലോണം വെന്ത് കിട്ടണം. പകുതി വെന്തതിന് ശേഷം നമുക്കിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ബാക്കി വേവിക്കാം. ഇതിൽ മല്ലിയില, പുതിനയില അങ്ങനെ ഒരു ഐറ്റവും ഇടുന്നില്ല, വെറും വെജിറ്റബിൾസ് മാത്രമാണ്, വെജിറ്റബിൾസും തേങ്ങാപ്പാലും. പക്ഷേ നല്ല രുചിയും നല്ല മണവും ഉള്ള ഒരു ഐറ്റമാണ്. വെജിറ്റബിൾസ് ഒരുപാട് നമ്മൾ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു രുചി കിട്ടും. പിള്ളേർക്ക് വരെ ഇത് ഇഷ്ടപ്പെടും. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഈ പുലാവ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരു 5-6 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിൽ തേങ്ങാപ്പാൽ, കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസ് തന്നെ ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുവാണ്. 1-ാം പാൽ, 2-ാം പാലെല്ലാം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ കുറച്ച് പച്ചക്കറി വേവാനുള്ള അളവിന് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തേങ്ങാപ്പാലിൽ കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടട്ടെ. പച്ചക്കറികളൊക്കെ തേങ്ങാപ്പാലിൽ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് അനുസരിച്ച്
ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിൽ അല്ലാതെ മുളക് പൊടി, മല്ലിപ്പൊടി ആ ഐറ്റങ്ങളൊന്നും ആവശ്യമില്ല. ഗരം മസാല മാത്രമാണ്. ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ചേർക്കുവാണ്. അപ്പോൾ 4 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളത്. അത് കണക്കാക്കി 1 കപ്പിന് 2 കപ്പ് വെള്ളം അനുസരിച്ച് അങ്ങനെ ഞാൻ 8 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുവാണ്. അപ്പോൾ 1-ാം പാൽ 2-ാം പാൽ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. തേങ്ങാപ്പാലെല്ലാം ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. ഇപ്പം വെള്ളം ചെറുതായിട്ട് തിളച്ച് തുടങ്ങി. തിളച്ചതിന് ശേഷം ഞാൻ അരിയൊക്കെ കുതിർത്ത് വെച്ചിരുന്ന അരി ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇത് കൈമ റൈസാണ്, ജീരക ചമ്പ എന്ന് തമിഴിൽ പറയും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഇതൊന്ന് തിളയ്ക്കണം. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു അടപ്പിട്ട് കൊടുക്കാം. അത്രയും മതി. പിന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ചെറുതായിട്ട് കുറവായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതൊരു അടപ്പിട്ട് സ്റ്റൗ സിമ്മിലാക്കി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കുക്കറിലാണെങ്കിൽ 15 മിനിറ്റാണ്. അപ്പോൾ കടായിലായതുകൊണ്ടാണ് 20 മിനിറ്റ്. ഇനി ആ ഗ്യാപ്പിൽ തന്നെ നമുക്ക് സവാള ഒന്ന് റെഡിയാക്കാം. സവാള തൈരുള്ളി നമുക്കൊന്ന് റെഡിയാക്കി വയ്ക്കാം. അപ്പം ഇവിടെ എല്ലാവർക്കും ബിരിയാണി ഉണ്ടോ ഇല്ലയോ, പക്ഷേ തൈരുള്ളി മസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ കുട്ടികളെല്ലാവരും തൈരുള്ളി എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 സവാള നല്ലോണം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് ആവശ്യത്തിനുള്ള തൈര് ഞാനതിൽ ചേർത്ത് ഉപ്പും ഇട്ട് വയ്ക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പപ്പടം കാച്ചിയെടുക്കണം. ഇത് തൈര് വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഒഴിച്ച് വെച്ചിരുന്ന തൈരാണ്. അപ്പോൾ നല്ല കട്ടി തൈര്, അത്രയ്ക്ക് പുളിപ്പൊന്നുമില്ല, നല്ല കണക്കായിട്ടുള്ള തൈരായിരുന്നു. അപ്പോൾ ഞാനിത് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈരുള്ളി റെഡിയായി. നമുക്കിതെടുത്തൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ബിരിയാണി നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ബിരിയാണി നല്ല റെഡിയായി. ബിരിയാണിയല്ല, നമ്മളെ പുലാവ് റൈസാണ്. അപ്പോൾ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഒരു മസാലപ്പൊടി ഇട്ടിട്ടില്ല. ഗരം മസാല മാത്രമാണ്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. അതിൻ്റെ നാച്ചുറൽ കളറിലാണ് ഈ റൈസ് ഇരിക്കുന്നത്. നല്ല മണമുണ്ട് കേട്ടോ. നമ്മൾ ഈ പ്ലേറ്റ് എടുത്ത് മാറ്റിയപ്പോൾ തന്നെ നല്ല മണമാണ്. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവും. മുഴുവനായിട്ട് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് നല്ല രുചി ഉണ്ടാവും. അപ്പോൾ ചെറിയ ഒരു ഈർപ്പമുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വയ്ക്കാം. നല്ല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം. പക്ഷേ ചെറുതായിട്ടൊരു ഈർപ്പമുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നമുക്ക് വീണ്ടും അടുപ്പിൽ തന്നെ വച്ചേക്കാം. അങ്ങനെ വെജിറ്റബിൾ പുലാവും തൈരുള്ളിക്കൂട്ടും അതുപോലെ പപ്പടമൊക്കെ റെഡിയായി. ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഊണാണ്. ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആയല്ലോ, അതിന് ചായയൊക്കെ കുടിക്കേണ്ട സമയമായി. പക്ഷേ അതിന് മുൻപ് നമുക്ക് ഇച്ചിരി ക്ലീനിങ് പണിയുണ്ട്. ഇത് വീടിൻ്റെ സൈഡ് ഭാഗമാണ്. ഇവിടത്തേക്ക് കൂടുതൽ ഞങ്ങൾ വരാറില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യമാണ് നമ്മളിത് തൂത്ത് കൊടുക്കുന്നത്. അത്രയ്ക്ക് ഇവിടെ ചവറുണ്ടാവാറില്ല. അപ്പം ഇത് സൈഡ് ഭാഗം ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും പൂച്ചകൾ കളിക്കുന്ന സ്ഥലമാണ്. അപ്പം ഞങ്ങൾ കൂടുതലും ഇങ്ങോട്ടൊന്നും വരാറില്ല. അപ്പം ഞാൻ ഈ സൈഡെല്ലാം തൂത്ത് കൊടുത്തിട്ട് മുറ്റം ഒന്ന് അടിച്ചൊന്ന് വാരിയിട്ട് അപ്പോൾ വരാണ്ട എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിന് ശേഷമാണ് വീട്ടിൻ്റെ അകത്തൊന്ന് ക്ലീൻ ചെയ്യാൻ പോകണം. ഈ സൈഡിലാണ് ഫിഷ് ടാങ്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ മോന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഫിഷ് ടാങ്ക് വെക്കണമെന്ന്. അപ്പോൾ ഞങ്ങളതിൽ ഒരു പഴയ ടാങ്ക് ഉണ്ടായിരുന്നു, വലിയ ടാങ്ക്. അതിൽ ഞങ്ങൾ ഫിഷ് ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അതും ഈ സൈഡാണ് വരുന്നത്. കാണുന്നില്ലേ, ഇതോ കാണുന്നതാണ് ഫിഷ് ടാങ്ക്. അപ്പോൾ സൈഡെല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സൈഡെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം വരാന്ത ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴായിരുന്നു പൂച്ചക്കുട്ടികൾ കാലിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അതിന് തലോടാൻ വേണ്ടിയാണ് വന്ന് നിൽക്കുന്നത്.
അപ്പോൾ ഞങ്ങൾ കുറേ നേരം പൂച്ചക്കുട്ടികളോടൊത്ത് കളിച്ചും ചിരിച്ചും അങ്ങനെ കുറേ നേരം അങ്ങനെ നിന്നിട്ട് അതിന് ശേഷമായിരുന്നു വരാന്തയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വീട്ടിനകം ക്ലീൻ ചെയ്യാനൊന്ന് കയറിയത്. കുറേ സമയം അങ്ങനെ പൂച്ചക്കുട്ടികളോട് നിന്ന്. അപ്പോൾ ഇവിടെ ഒരുപാട് പൂച്ചക്കുട്ടികളുണ്ട്. കുറേ വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ അമ്മയും അതിൻ്റെ അമ്മയുമായിട്ട് എല്ലാ കുട്ടികളും ഇവിടെ ഉണ്ടായത് തന്നെ. അപ്പോൾ കുറേ വർഷം കൊണ്ട് ഇവിടെ പൂച്ചക്കുട്ടികൾ തന്നെ. പക്ഷേ ഞങ്ങൾ വീട്ടിനകത്ത് കൂടുതലും കയറ്റാറില്ല. പണ്ടൊക്കെ കയറ്റുമായിരുന്നു. ഇപ്പോൾ അത്രയ്ക്ക് പൂച്ചക്കുട്ടികളെ വീട്ടിനകത്ത് കയറ്റാറില്ല. വെളിയിലിട്ടാണ് കളിയൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിനകത്തൊന്ന് ക്ലീൻ ചെയ്തു. വീട്ടിനകത്ത് എന്നും തൂത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എത്ര തൂത്താലും പൊടി ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഹാളാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ക്ലീനൊക്കെ ചെയ്തിട്ട് അതിന് ശേഷമാണ് ചായ കുടിയൊക്കെ. അതുപോലെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇപ്പോൾ പള്ളിയിൽ പോകണം. കുരിശിൻ്റെ വഴിയുണ്ട്. അപ്പോൾ അതിന് പോകണം. അതിന് മുമ്പ് ടെറസിൽ ചെടികൾക്ക് വെള്ളം ഒഴിക്കണം. അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീടൊക്കെ തൂത്ത് കൊടുത്തിട്ട് പിന്നെ ഇന്ന് വിളയിൽ നിന്ന് കുറച്ച് തേങ്ങ കൊണ്ടുവന്നായിരുന്നു. അതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കണം. അത് സമയമുണ്ടെങ്കിൽ മാത്രമാണ് എടുത്ത് മാറ്റി വയ്ക്കൽ, അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തൂത്തൊക്കെ കൊടുത്തതിന് ശേഷം ഡൈനിങ് ടേബിൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ടേബിളൊന്നും തുടച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് ഞാനിപ്പോൾ തുടച്ചു കൊടുക്കുവാണ്. അപ്പം വിളയിൽ നിന്ന് കുറച്ച് സപ്പോട്ട പഴം കൊണ്ടുവന്നിട്ടുണ്ട്. അത് പഴുത്തിട്ടില്ല, പച്ചയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കൊണ്ടുവന്ന കൈയോടെ ടേബിളിൽ എടുത്ത് വെച്ചിരുന്നു. വിളയിൽ നിന്ന് നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടാറില്ല. ആരെങ്കിലും എടുത്ത് പറിച്ചുകൊണ്ട് പോകും. നമ്മൾ എപ്പോഴെങ്കിലും വിളയിൽ പോകുമ്പോഴൊക്കെയാണ് ഇതുപോലെ 1-2 കിട്ടുക. അപ്പോൾ ഇന്ന് ഒരു 5-6 ഉണ്ട് പച്ച, പഴുത്തിട്ടില്ല. സപ്പോട്ട മാത്രമല്ല, അവിടെ പേരയ്ക്ക ഉണ്ട്. അതുപോലെ നമ്മൾ കസ്റ്റർഡ് ആപ്പിളില്ലേ അതുണ്ട്. അതുപോലെ മാതുളം പഴമൊക്കെ ഉണ്ട്. മാതുളം പഴം അതൊന്നും നമുക്ക് എപ്പോഴും കിട്ടാറില്ല. എപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയാലുണ്ട്, അത്രയേ ഉള്ളൂ. ആരെങ്കിലും അങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് കുറച്ച് സപ്പോട്ട കിട്ടിയത് ഇച്ചിരി അത്ഭുതം തന്നെ. അങ്ങനെ ടേബിളൊക്കെ തുടച്ചതിന് ശേഷം ചായ കുടിക്കാനൊക്കെ തുടങ്ങി. ചായ കുടിച്ചിട്ട് ഇനി ടെറസിൽ വെള്ളം ഒഴിക്കണമല്ലോ, അതൊക്കെ ഇനി കുറച്ച് പണിയുണ്ട്. 6:30ക്കാണ് പള്ളിയിൽ പ്രാർത്ഥന. കുരിശിൻ്റെ വഴി 6:30ക്കാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്തിന് തന്നെ പോകണം. കാരണം അത് പെട്ടെന്ന് തീരും. തിരിച്ച് വരുമ്പോൾ 8 മണിയൊക്കെ ആവും. അങ്ങനെ ടെറസിൽ കയറിയപ്പോൾ കുറച്ച് പയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പയറൊക്കെ ഇന്നലെ എടുക്കാനുള്ളതായിരുന്നു. പക്ഷേ ഇന്നലെ ടെറസിൽ വന്നില്ല. അതുകൊണ്ട് ഇന്ന് കുറച്ച് ഇച്ചിരി മിറ്റലായിട്ടുണ്ട്. എന്നാലും ഞാനത് എടുത്തു വെച്ചു. നാളെ തോരനൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് എടുത്തു വെച്ചു. അതുപോലെ നല്ലോണം ഉണങ്ങി നിൽക്കുവാണ്. അപ്പം നല്ല വിത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് എടുത്ത് 2-3 ചട്ടികളിൽ പാവി വെച്ചിട്ടുണ്ട്. അങ്ങനെ പയറൊക്കെ പറിച്ചതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പിന്നെ കുറച്ച് കൂവക്കിഴങ്ങുണ്ടായിരുന്നു. കൂവയാണോ കാച്ചിലാണോ എന്ന് എനിക്ക് പേര് പെട്ടെന്ന് പിടികിട്ടുന്നില്ല. അപ്പം കൂവക്കിഴങ്ങാണെന്ന് തോന്നുന്നു. ഞാനത് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷേ എനിക്കത് എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് സമയം അറിയാതെ അങ്ങനെ കുറേ ദിവസം അങ്ങനെ പോയി. അതിൻ്റെ ഇലകളൊക്കെ ചെറുതായിട്ട് കരിയാൻ തുടങ്ങി. അപ്പോൾ ഇനി ഒന്ന് വിളവെടുത്ത് നോക്കിയാലോ എന്ന് വെച്ചിട്ട് എടുത്തതാണ്. പക്ഷേ അത് പിഴുതെടുക്കാൻ ഭയങ്കര പാടാണ്. ഒരു ചെറിയ ഗ്രോ ബാഗിലാണ് അത് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് പിഴുതെടുക്കാൻ പറ്റുന്നില്ല. ഇച്ചിരി പാടുപെട്ടാണ് പുറത്തെടുത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിഴങ്ങുണ്ടോ എന്തോ ഇല്ലയോ അറിയില്ല. നമ്മളൊന്ന് പിഴുത് നോക്കാം. അപ്പോൾ നല്ല ഉറച്ചാണ് ഇരിക്കുന്നത്. പൊടി പോലും മണ്ണ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിത് ഉണങ്ങി നിൽക്കുന്നതൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്തിട്ട് മോളോട് പറഞ്ഞു ഒന്ന് പിഴുതെടുക്കാനായിട്ട്. ഞാനും മോളുമാണ് ടെറസിൽ പോയത്. അപ്പോൾ മോളിങ്ങനെ പെട്ടെന്ന് എടുത്തെറിഞ്ഞപ്പോഴായിരുന്നു. അങ്ങനെ എറിഞ്ഞപ്പം ചട്ടിയോ മണ്ണോടെ എല്ലാം പിഴുത് പുറത്തായി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ എടുക്കാൻ പറ്റിയ, അല്ലാതെ അത് ഇച്ചിരി പോലും അത് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ ചെടിയോടെ പുറത്തെടുത്തിട്ട് അപ്പം നോക്കിയപ്പം കിഴങ്ങുണ്ട്, മണ്ണ് കൂടുതലും ഇല്ല. അത് മൊത്തം വേരാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കിഴങ്ങുണ്ടോ എന്തോ അറിയില്ല. അപ്പോൾ സൈഡിലൊക്കെ 1-2 കിഴങ്ങിരിക്കുവാണ്. അപ്പോൾ മൊത്തം വേരായതുകൊണ്ട് അത് എടുക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ കുറേ പാടുപെട്ടാണ് എടുത്തത്. അപ്പോൾ ഇന്ന് ആദ്യം വിചാരിച്ച് ഇന്ന് എടുക്കണ്ടായിരുന്നു, കാരണം പള്ളിയിൽ പോകണം, സമയമായിക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ മോൾ പെട്ടെന്ന് എടുത്തു വെച്ചു. ഇത് ഒന്ന് വലിച്ച് പിച്ചെടുത്തതിന് ശേഷം അകത്ത് കിഴങ്ങുള്ളത് ഞങ്ങൾ കണ്ടു. അപ്പോൾ 5-6 കിഴങ്ങുണ്ട്. അപ്പോൾ വച്ചത് വേസ്റ്റല്ല, കാരണം ഇത് കഴിഞ്ഞ പൊങ്കലിന് വാങ്ങിച്ചതിൽ നിന്നുള്ള ഒരു കിഴങ്ങിൽ നിന്ന് 2 കഷ്ണം എടുത്ത് അങ്ങനെ വെച്ചതാണ്. ഒരു ഗ്രോ ബാഗിൽ 2 കഷ്ണം എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്.
ആദ്യം ഇത് പൊങ്കൽ സമയത്ത് ഒന്ന് പിഴുത് എടുക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ സമയം അറിയില്ല. എത്ര മാസമാണ് ഇത് വളർത്തേണ്ടത്, എത്ര മാസം കഴിഞ്ഞ് നമ്മളിത് വിളവെടുക്കണം, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. കാരണം ആദ്യമായിട്ട് വെച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് യൂട്യൂബിലൊന്ന് കണ്ടപ്പോഴാണ് ഈ സമയം നമുക്കിത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തത്. അങ്ങനെ ഒരു ബക്കറ്റിലിട്ട് എല്ലാം വാഷ് ചെയ്തെടുത്തു. അപ്പോൾ കിഴങ്ങ് നല്ല കിഴങ്ങാണ്. അപ്പം ഇന്ന് ഞാനിത് വേവിക്കുന്നില്ല, കാരണം സമയമല്ല, പെട്ടെന്ന് ഇനി പള്ളി പോകണം. അതുകൊണ്ട് എല്ലാ കിഴങ്ങും ഇത്രയും കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക്. ആദ്യമായിട്ട് എൻ്റെ ടെറസിൽ നിന്ന് കൂവക്കിഴങ്ങ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ വന്നു, കുളിച്ച് റെഡിയായി പള്ളിയിൽ പോകാൻ ഇറങ്ങിയപ്പോൾ പൂച്ചക്കുട്ടിയും ഞങ്ങളുടെ ഒപ്പം തന്നെ പൂച്ചക്കുട്ടിയും ഇറങ്ങി നിൽക്കുവാണ്. അപ്പം കുറേ സമയം അങ്ങനെ ഒരു 5-10 മിനിറ്റ് അങ്ങനെ നിന്ന് പൂച്ചക്കുട്ടികളുടെ കൂടെ കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോയി. തിരിച്ച് വരുമ്പം 8 മണിയൊക്കെ ആവും. അപ്പോൾ അത് വന്നതിന് ശേഷമാണ് ഡിന്നറിൻ്റെ കാര്യമൊക്കെ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.